പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കപ്പറ എൻജോയ് ചെയ്ത് തുടങ്ങി. മനുഷ്യന്മാർ അങ്ങനെയാണ്, എവിടെ ചെന്നാലും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എൻജോയ് ചെയ്യുമല്ലോ. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യും. ഒരു ആക്ഷൻ നായകൻ എന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റും, അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ആളാണ് താങ്കൾ. അപ്പോൾ ഇങ്ങനൊരു സിനിമ ഇങ്ങനെ സബ്ജക്റ്റ് വന്നപ്പോൾ മനസ്സിലെല്ലാം ഫസ്റ്റ് വന്നത് ആ ഒരു ടൈറ്റിൽ ബ്രേക്ക് ചെയ്യാമെന്നോ അല്ലെങ്കിൽ വേറെ കഥാപാത്രം ചെയ്ത് ഇതാവണം എന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആക്ഷൻ സ്റ്റാറിനോട്ടൊന്നും ടൈറ്റിൽ വെക്കാൻ അങ്ങനെ ഞാൻ അതല്ല, ഞാൻ ആസ് എൻ ആക്ടർ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ അറിയാനാണ് താല്പര്യം. അപ്പോൾ ആസ് എൻ ആക്ടർ ഒരു ഇങ്ങനെ സബ്ജക്റ്റ് വന്നപ്പോൾ ഈ ഒരു കണ്ടന്റ് ഭയങ്കര അപ്പീലിംഗ് ആയി തോന്നി. ആദ്യം നമ്മൾ ഈ കണ്ടന്റാണ് നമസ്കാരം ഫോണിൽ വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു. അപ്പം ഞാൻ ചോദിച്ചു ഞാനാണോ മരിക്കും, അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ എക്സ്പീരിയൻസ് ചെയ്യാത്ത, നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റില്ല എങ്ങനെ ഉണ്ടോ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ പെർഫോം ചെയ്യാം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടിയപ്പോൾ ആസ് എൻ ആക്ടർ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയാണ് ആ ഈ സിനിമയിലോട്ട് എത്തുന്നത്. അത് ആക്ച്വലി എനിക്കത് നമ്മളത് വേറൊരു സംസാരിച്ചുള്ളൂ. അതങ്ങനെ സെറ്റ് ഇട്ട് അങ്ങനെ നമ്മൾ കബർ വേറെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കബർ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് മെന്റലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. എന്താ സെൻസ് അത് കാണുമ്പോൾ നമുക്ക് മൈൻഡിലും നമ്മുടെ ഫുൾ മൂടി അകത്ത് വെക്കുമ്പോഴും ഞാൻ 2-3 പ്രാവശ്യം പെട്ടെന്ന് ടെൻഷൻ അടിച്ച് എണീക്കാം അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കപ്പറ എൻജോയ് ചെയ്ത് തുടങ്ങി. മനുഷ്യന്മാർ അങ്ങനെയാണ്, എവിടെ ചെന്നാലും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എൻജോയ് ചെയ്യുമല്ലോ. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യും. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര. പിന്നെ എന്നെ പെർഫോം ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷം. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞങ്ങളത് ഇത് ഫസ്റ്റ് സബ്ജക്ട് സംസാരിച്ചപ്പോൾ നമ്മൾ ബറീഡിനെ കുറിച്ച് സംസാരിച്ചത്. ബറീഡ് എനിക്കൊന്ന് കംപ്ലീറ്റ്ലി ഇതിന്റെ അകത്താണ് ടോട്ടലി സിനിമ. മിക്ക കഥകളുടെയും ഒരു പ്രത്യേകത ആയിട്ട് തോന്നി. ഇപ്പൊ പെരുമാനിയാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ നോർമലി ചിന്തിക്കുമ്പം കിട്ടാത്ത കുറെ കാര്യങ്ങളുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ് കുറെ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇങ്ങനെ വരുന്നല്ലോ, എനിക്ക് ഇങ്ങനെ വരുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനല്ല. ചില സിനിമകൾ നമുക്കിങ്ങനെ നമ്മൾ സ്ഥിരം കാണാത്ത ടൈപ്പ് ഓഫ് തോട്ട്സുകൾ ഉണ്ടാവും. ഭയങ്കര നോർമലി നമുക്കെല്ലാം നമ്മൾ ഫസ്റ്റ് തോട്ടി വരുന്നതല്ലാത്ത തോട്ട്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറം ഞാൻ വന്ന സ്ഥലം, എൻ്റെ ചുറ്റുള്ള ആളുകൾ, എൻ്റെ ചുറ്റുള്ള ഡയറക്ടേഴ്സ്, അവരെല്ലാം എന്നെ പിക്ക് ചെയ്യുന്നു, അവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാവുന്നു എന്നുള്ളതാണ് ഞാൻ അത്ര സിനിമയുടെ ഭാഗമാവുന്നത്. ഞാൻ മാക്സിമം ഈ സിനിമ ചെയ്യാം അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. ഡയറക്ടേഴ്സ് തന്നെ ചൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതെൻ്റെ ഒരു ലക്ക് അല്ലെങ്കിൽ അനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയും.